ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അത് ഇതുവരെ ഞാൻ ഒരുപാട് മീൻ കറീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലും വെച്ച് ഒരു വ്യത്യസ്ത രുചിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പല ഭാഗങ്ങളും മിസ്സായി പോകുള്ളൂ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ മീൻ നേരാക്കാൻ പോണതിൻ്റെ മുമ്പേ തന്നെ നമുക്ക് ആവശ്യമുള്ള പുളി എടുത്ത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത് സൈബ്രൻസ് ആണ്, മലമ്പുഴ മീനാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയാന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നമ്മൾ മീൻ നേരാക്കിയിട്ട് വരുമ്പോഴേക്കും തന്നെ പുളി നല്ലപോലെ കുതിർന്ന് കിട്ടും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. അറിയുന്നവർക്ക് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. അതിന് ശേഷം ഇനി നമുക്ക് മീൻ കറി വെക്കാൻ തുടങ്ങാം. അതെന്താ, ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ഒരു കൂട് വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഉള്ളി നല്ലപോലെ ഒന്ന് വഴന്നിട്ട് അതിൻ്റെ കളറൊന്ന് വ്യത്യാസം വരുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് 2-3 വറമുളക് ഇട്ട് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അപ്പോൾ ആ ഉള്ളിൻ്റെ കളറൊന്ന് മാറി നല്ലൊരു ഫ്ലേവർ വരുന്ന സമയത്ത് ഞാനതിന് പകുതി എണ്ണയും ഉള്ളിയും മുളകും ഉലുവയൊക്കെ പാടെ ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്, കോരി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ബാക്കിയുള്ള എണ്ണയും ഉള്ളിയും പാടുള്ളതിലേക്ക് ഞാനത് ഒരു 6 ചെറിയ ഉള്ളി, അത് പൊടിയായിട്ട് അരിഞ്ഞതുണ്ട്, കനല്ലാതെ അരിഞ്ഞതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴൊക്കെ ഇരിക്കുന്നത്. ഒന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഉള്ളി നല്ലപോലെ വഴന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്ത് അതും പൊടിയായിട്ട് തന്നെ അരിഞ്ഞിരിക്കണം, കനല്ലാതെ അരിയുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മൾ ഉള്ളി നല്ലപോലെ വഴറ്റിയിട്ട് ഏത് സാധനം വെക്കുകയാണെങ്കിൽ ആ വെച്ച സാധനം പെട്ടെന്ന് ചീത്തയായി പോകില്ല. നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഇത് പുറത്ത് വെച്ചാലും കേട് വലിയ മീൻ കറിയൊന്നും. അപ്പോൾ അത് 2 ഉള്ളി ഇട്ടത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നല്ലപോലെ വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിരിക്കും ഞാൻ. നമ്മുടെ ഒരുപാട് ഇഞ്ചി കടിക്കണത് ഇഷ്ടമല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇഞ്ചി നല്ലപോലെ വഴന്ന് അതിൻ്റെയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി അത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് കേട്ടോ. ഒരുപാട് പേസ്റ്റായിട്ട് അരയൊന്നും വേണ്ട. ചെറുതാണെങ്കിൽ 2 എടുക്കുക, മീഡിയം സൈസ് ആണെങ്കിൽ 1.5 തക്കാളി മതി. നിങ്ങൾ എത്ര കറി വെക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അത് 2 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വരും. ഒരുപാട് നേരം നമ്മൾ നിന്നിട്ട് ഇളക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കലും കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളിടാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നത്, എരിവുള്ള മുളക് പൊടി തന്നെയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മളിട്ട പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുക. ചിലവർക്ക് വലിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങൾ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് നോക്കിയിട്ട് മീൻ കറി ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ കമൻറ്റ് ഇടി. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാലോ. അപ്പോൾ അത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റി അതിൻ്റെയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ച പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത്ര നേരം ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ അത് മീനൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്ന് ഞാനത് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊരിക്കാനും വേണത്, ചാറ് വെക്കാനും വേണം. തലയും കുറച്ച് ഉടലും തുണ്ടുകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചാറ് വെക്കുന്നത്. മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മീനിടുക. പിന്നെ നമ്മുടെ ചാനലിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് റെസിപ്പീസൊക്കെ നിങ്ങൾ ഒരുപാട് പേരൊക്കെ കണ്ട് ഒരുപാട് കൂട്ടുകാർ ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യും, അവരുണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്
നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ഇടുന്നതിനെക്കാട്ടി നിങ്ങൾ വീഡിയോ കണ്ട് അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് കാണുമ്പോഴാണ് കേട്ടോ ഒരുപാട് സന്തോഷം. അതിന് ഒരുപാട് നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റെസിപ്പീസും നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഫീൽഡിലൊക്കെ നിന്ന് പോകുന്നത്. അതിന് ശേഷം മീനൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ച് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ തിളച്ച് വന്നതിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ചാറ് ഇങ്ങനെ ഉണ്ട്. ഇത് ഇരിക്കും തോറും നല്ലപോലെ കുറുകി വരും. നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഉള്ളിയും എണ്ണയും ഒക്കെ പാടുള്ള മിക്സില്ലേ അത് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ എണ്ണയും ഉള്ളിയും ഉലുവയൊക്കെ പാടുള്ള മിക്സ് അതിൽ ഒഴിച്ചതിന് ശേഷം ഇനി ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമ്മളിതൊന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീനിലേക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും ഇപ്പം നമ്മൾ ഒഴിച്ച എണ്ണൻ്റെ ഫ്ലേവറും ഒക്കെ പാടെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചാറ് ഇങ്ങനെ തുറക്കുമ്പോഴേക്കും നല്ലൊരു മണമായിരിക്കും കേട്ടോ. കമാന്നുള്ളൊരു വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതരം ഫ്ലേവറാണ് ഇതിനുള്ളത്. അപ്പോൾ അതാ 2 മിനിറ്റ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇനി ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും കഴിയുമ്പോഴേക്കും നമ്മുടെ ചാറ് നല്ലപോലെ കുറുകി വരും. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇതും കൂടി ഇത് ഉണ്ടാക്കി നോക്കാൻ തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ.